ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 7 അവർ ലേഡി ഓഫ് റോസറി, പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ. 1571 ഏഷ്യയിലെ മുസ്ലിം സാമ്രാജ്യമായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം സൈനിക ശക്തി വർദ്ധിപ്പിച്ച് പ്രബലരായി മാറി. അവർ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനൊരുങ്ങി. എല്ലാവരെയും കീഴടക്കി ഭരിക്കുവാനുള്ള ആഗ്രഹവും ക്രിസ്തുവിൻ്റെ കുരിശിനോടുള്ള വിരോധവും ലഹരിയാക്കി കുതിപ്പ് തുടങ്ങിയ അവർ യൂറോപ്പ് മുഴുവൻ പിടിയിലൊതുക്കുവാനുള്ള തത്രപ്പാടിൽ യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരുന്നു. പുറമേയുള്ള ക്രിസ്ത്യൻ ശക്തി കേന്ദ്രങ്ങളെ ആക്രമിച്ച മുഹമ്മദീയർ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിൻ്റെ അതിർത്തിയിലുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് വലിയ കപ്പൽപ്പടയെ ആക്രമസജ്ജമാക്കി നിർത്തിയിരുന്നതായി വിവരവും ലഭിച്ചു. അപകടം തിരിച്ചറിഞ്ഞ വിശുദ്ധ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ ശ്രമഫലമായി ധീരനും മിടുക്കനുമായ ഓസ്ട്രിയൻ കമാൻഡർ ജോൺ ജുവാൻ്റെ കീഴിൽ ക്രിസ്ത്യൻ കപ്പൽപ്പട സംഘടിച്ചു. 1571 ഒക്ടോബറിലെ ആദ്യ ദിവസങ്ങളിൽ അവർ ശത്രുക്കളെ നേരിടുവാൻ കപ്പൽ കയറുകയും ലെപ്പൻഡോ ഉൾക്കടലിൽ വെച്ച് അവരെ നേരിടുകയും ചെയ്തു. ക്രിസ്ത്യാനികളോട് ഐക്യത്തോടെ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. തുർക്കി സൈനികരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നുവെങ്കിലും ക്രിസ്ത്യൻ സൈന്യത്തിൻ്റെ ധീരതയും പ്രാർത്ഥനയും ആത്മീയമായ ഒരുക്കവും വലിയ വിജയം നേടി. മുസ്ലിം സൈന്യം തോൽപ്പിക്കപ്പെട്ടു. നിർണായകമായ ആ യുദ്ധസമയത്തിലും അതിനു മുൻപും വിശുദ്ധ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ ലോകം ഒന്നടങ്കം പരിശുദ്ധ അമ്മയുടെ സഹായം സവിശേഷമായ രീതിയിൽ യാചിച്ചിരുന്നു. ലെപ്പൻഡോയിലെ വിജയം മറിയത്തിൻ്റെ സഹായത്തിൻ്റെ ഫലമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി. വിജയമാതാവിനോടുള്ള ആദരസൂചകമായി ഒക്ടോബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച പ്രത്യേക തിരുനാൾ ദിവസമായി പാപ്പ പ്രഖ്യാപിച്ചു. 2 വർഷത്തിന് ശേഷം ഗ്രിഗറി 13 മാർപ്പാപ്പ വിജയത്തിന് വഴിതെളിച്ച ജപമാല പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട് അത് പരിശുദ്ധ ജപമാലയുടെ തിരുനാൾ ആക്കി മാറ്റി. തിരുനാൾ ആഘോഷം പിന്നീട് ലെപ്പൻഡോ യുദ്ധത്തിൻ്റെ തീയതിയായ ഒക്ടോബർ 7 ആചരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒക്ടോബർ മാസം മുഴുവനും പരിശുദ്ധ അമ്മയ്ക്കും ജപമാലയ്ക്കുമായി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിക്കായി സമർപ്പിക്കുന്ന പതിവ് നിലവിൽ വന്നു. പിന്തുടർന്നു വന്ന മാർപ്പാപ്പമാരും ഈ ആചാരം സസന്തോഷം അനുവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ലയോ 13 മാർപ്പാപ്പയാണ് ലൊറേറ്റ ലുത്തിനിയയിൽ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന യാചന കൂട്ടിച്ചേർത്തത്. ജപമാല ഭക്തി സഭയിൽ പിന്തുടർന്നു പോരുന്ന ഒരു സുപ്രധാനമായ പ്രാർത്ഥനാ രീതി ആണെന്ന് മാത്രമല്ല, ആ ഭക്തകൃത്യത്തിൻ്റെ പേരിൽ ഒരു തിരുനാൾ കൂടി നടത്തപ്പെടുന്നു എന്ന പ്രത്യേകതയും അതിനുണ്ട്. ജപമാല അർപ്പണങ്ങൾക്കൊപ്പം നൂറ്റാണ്ടുകളായി നടത്തപ്പെടുന്ന ഈ തിരുനാൾ ആ ഭക്തകൃത്യത്തിൻ്റെ ശക്തമേറിയ മാധ്യസ്ഥത്തിന് നൽകുന്ന മഹത്വപൂർണമായ ഒരു ശ്രദ്ധാഞ്ജലിയാണ്. പാഷണ്ഡതയ്ക്കുള്ള മറുമരുന്നായി ജപമാലയെ ഉപയോഗിക്കുവാൻ ഒരു ദർശനത്തിൽ കൂടി പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് നിർദ്ദേശം നൽകിയതിൽ നിന്നായിരിക്കണം ഈ ധ്യാനാത്മക പ്രാർത്ഥനയുടെ ആരംഭം. ആൽബിജേസിയൻ പാഷണ്ഡതയെ എങ്ങനെ പ്രതിരോധിക്കും എന്ന ആകുലതയുമായി ആ വിശുദ്ധൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു 1206 ദർശനമുണ്ടായത്. പിന്നീട് അതേ നൂറ്റാണ്ടിൽ നടന്ന യുദ്ധത്തിൽ പാഷണ്ഡികൾക്കുണ്ടായ കനത്ത തോൽവി ജപമാലയുടെ ശക്തിയായി വിലയിരുത്തപ്പെടുന്നു. ലെപ്പൻഡോ യുദ്ധത്തിന് ശേഷം 450 വർഷങ്ങൾക്കിപ്പുറം ആധുനിക കാലത്തെ യുദ്ധോപകരണങ്ങൾക്കെല്ലാം മാറ്റം വന്നു. എന്നാൽ ജപമാല ഇപ്പോഴും അന്തിമ വിജയം നേടുന്നതിനുള്ള ആത്മീയ ആയുധമായി ശക്തമായ രീതിയിൽ നിലകൊള്ളുന്നു. പക്ഷേ വിശ്വാസികൾ അതിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്തുമെങ്കിൽ മാത്രം. ലൂർദിലും ഫാത്തിമയിലുമൊക്കെ പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് ജപമാലയുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അതിലൂടെ അവരോടും അവരിലൂടെ ലോകത്തോടും അവൾ വ്യക്തമാക്കിയത് ലോകത്തെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും ഭക്തിപൂർവം ഒത്തൊരുമിച്ച് പതിവായി ചെയ്യുന്ന ജപമാല അർപ്പണത്തിന് സാധിക്കും എന്നുള്ളതാണ്. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ ജപമാലയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമുക്കും മുട്ടിന്മേൽ നിൽക്കാം, ജപമാല കയ്യിലെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പ്രതിസന്ധികൾ
ഓരോ കുടുംബങ്ങൾ, വ്യക്തികൾ, സമൂഹം, ഈ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളും നമുക്ക് ജപമാല മണികളോടൊപ്പം പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിൽ സമർപ്പിക്കാം. തീർച്ചയായും അമ്മ നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.